മഞ്ജുടത്തെ അനീഷേട്ടനൊന്ന് വിളിച്ചു പറയൂ ഗോപികന്ന് അന്വേഷിക്കാൻ. ആ ദേ അവള് വന്നല്ലോ. ഗോപു, ഇത് എവിടെ പോയതാ? എന്തിനു പോയതാ? ഇനി എനിക്കിവിടെ നിൽക്കാൻ വയ്യ. എനിക്കിവിടുന്ന് പോണം. ഗോപു, എന്താ മോളെ നീ പറയുന്നേ? എവിടെ പോന്ന കാര്യം പറയുന്നേ? വിദേശത്ത് എവിടെയെങ്കിലും മുത്തശ്ശ. അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയാ ഞാൻ പോവും മുത്തശ്ശ. അതിനു വേണ്ടിയുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാ ഞാൻ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയാ പിന്നെ എന്നെ കൊണ്ട് ഒരു പ്രശ്നം ആർക്കും ഇവിടെ ഉണ്ടാവില്ലല്ലോ. മോളെ, നീ ഇവിടുന്ന് പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ചേച്ചി എന്നെ കല്ലിലും മണ്ണിലും ഒന്നും അല്ലല്ലോ സൃഷ്ടിച്ചത്. എനിക്കും ഒരു മനസ്സില്ലേ? ചേച്ചി അത് കാണുന്നില്ല. ഓക്കെ അല്ലേ? അല്ല, നിങ്ങളിതെന്താ ചെയ്യുന്നേ? നീ കാണുന്നില്ലേ, ഈ ഫോട്ടോസൊക്കെ സിദ്ധുവിന് വേണ്ടിയാ ചുമരി തൂക്കുന്നേ. ഇതെല്ലാം ഇവിടെ വേണമെന്നാ യാമിനി പറയുന്നത്. എന്റെ യാമിനി, സിദ്ധുവിന് ഈ ഫോട്ടോസ് ഒന്നും അല്ല താല്പര്യം. അവനിഷ്ടം പാവകളാ. പാവക്കുട്ടികളോട് കളിക്കുന്നതാ അവന്റെ പ്രധാന വിനോദം. മഹിയേട്ടനതറിയാലോ. ഇനി ആ വിനോദമൊന്നും വേണ്ട. ദേ, ഇപ്പോൾ മുതൽ പാവക്കുട്ടികളൊന്നും ഈ മുറിയിൽ പാടില്ല. സിദ്ധാർത്ഥന് അസുഖം സംഭവിക്കുന്നതിന് മുമ്പുള്ള അവന്റെ ചിത്രങ്ങളായിരിക്കണം ഇവിടെ വേണ്ടത്. ഈ ഫോട്ടോകൾ സിദ്ധു ശ്രദ്ധിക്കണം. ദേ, ഈ ഫോട്ടോ കണ്ടില്ലേ? സിദ്ധാർത്ഥ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ദേ, ഈ ഫോട്ടോ കണ്ടില്ലേ? സിദ്ധാർത്ഥൻ അവാർഡ് വാങ്ങിക്കുന്നത്. ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഈ ഫോട്ടോസ് നിരന്തരം കാണുമ്പോൾ സിദ്ധുവിന് പഴയ ഓർമ്മകൾ തിരികെ വരാനും അതിലൂടെ അവന്റെ അസുഖം മാറാനും സാധ്യതയുണ്ട്. ശരിയാ, അതിനൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. അത് ശരിയാ ജാനകി. അതെ ജാനകി, ഞാൻ തൽക്കാലം തറവാട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടല്ലേ ട്രീറ്റ്മെന്റ് തുടങ്ങാനാവൂ. അപ്പൊ യാമിനി കല്യാണത്തിനില്ലേ? അത് ചില തിരക്കുകളൊക്കെ ഉണ്ട്, നോക്കട്ടെ. കല്യാണത്തിന് വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അച്ഛാ, ഹായ് ഹായ്, കൊള്ളാലോ. ദേ നോക്ക്. അച്ഛാ, ഇത് ഞാനല്ലേ? സിദ്ധു, മോനി ഫോട്ടോസൊക്കെ ഇഷ്ടായോ? അത് ഞാനാണ് അച്ഛാ. ആ, അത് മോൻ തന്നെ. കൊള്ളാലോ. ജാനകി, സിദ്ധുവിനെ കിടത്തി ഉറക്കി. സിദ്ധു, ഉറങ്ങണ്ടേ? ആ, ഉറങ്ങണം. എന്നാ വാ. ഇതിവിടെ വെക്കട്ടെ. കിടന്നു.
മോൻ കണ്ണടച്ച് കിടന്നോണോട്ടോ. ഉം, ഉം, ഉം. ഉം. വാ. മുത്തശ്ശ, ആന്റി, എല്ലാരും വന്നേ, അത്താഴം കഴിക്കാം. ആ ഞാനതാ എത്തി. ആ മുത്തശ്ശ ഇരിക്കട്ടോ, ഞാൻ വിളമ്പിത്തരാം. അവരോട് വരട്ടെ, എന്നിട്ട് ആ. വിളമ്പിയാ മതി. അതൊന്നും കുഴപ്പമില്ല, മുത്തശ്ശൻ കഴിക്കേ. ആഹാ മതി മതി. അമ്മ, എനിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നാ മതി. ദേഹാസകലം നല്ല വേദനയാ. അതിന് നീ ശയനപ്രദക്ഷിണ ഒന്നും പൂർത്തിയാക്കിയില്ലല്ലോ. പാതി വഴി വെച്ച് നിർത്തിയില്ലേ? അപ്പോഴേക്കും വേദനയായോ? ഇക്കണക്കിന് ദേവി എത്രമാത്രം വേദന അനുഭവിക്കണം. ദേവിയല്ലേ നിനക്ക് പോലെ അവിടെ ശയന പ്രദർശനം നടത്തിയത്? എന്നിട്ട് അവൾക്ക് വല്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? നിനക്ക് വല്ല പ്രയാസം ഉണ്ടോ മോളെ? കേട്ടില്ലേ? ഭക്തിയോടെയും വിശ്വാസത്തോടെയും ശയനപ്രദർശനം നടന്ന ഒരാൾക്ക് ഒരു പ്രയാസവും ദേവീദേവന്മാർ വരുത്തത്തില്ല. താല്പര്യമില്ലാതെ ശയനപ്രദർശനം നടത്തിയാലേ ഇതായിരിക്കും അനുഭവം. അല്ലെങ്കിൽ തന്നെ ഇവൾ ആകെ മനപ്രയാസത്തില. ഇനി അച്ഛനായിട്ട് ഓരോന്ന് പറഞ്ഞ് ഇവളുടെ വിഷമം കൂട്ടാൻ നിൽക്കണ്ട. അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ. ആ ഇരുന്ന് ആഹാരം വല്ലതും കഴിക്കും. ഇരുന്നു, അമ്മ വാരിത്തരാട്ടോ. ആ മോളെ വിളമ്പിക്കൊടു വിളമ്പിക്കൊടു. അതിങ്ങെടുത്തേ. അമ്മ കുറച്ച് മതി. ആ ആ കഴിക്കും. ഗോപിക വന്നില്ലല്ലോ മുത്തശ്ശ. പറഞ്ഞ പോലെ അവളെന്താ വരാത്തെ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. മതി അമ്മ. ആ ആ ആ ഗോപു, നീ എന്താ കഴിക്കാൻ വരാത്തെ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വേണ്ടാത്തോണ്ട് അത്ര തന്നെ. ഗോപു, എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും ശരി, വിഷമം ഉണ്ടായാലും ശരി, അതൊന്നും നമ്മൾ ആഹാരത്തോട് കാണിക്കരുത്. അന്നത്തിനോട് കലഹിക്കുന്നത് പാപമാണ്. അച്ഛൻ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിനോട് ഒരിക്കലും പിണക്കം കാണിക്കില്ല എന്ന് നമ്മൾ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നീ മറന്നോ? നീ ഇങ്ങനെ ആഹാരം കഴിക്കാതെ പിണങ്ങിയിരുന്ന അച്ഛൻ്റെ ആത്മാവിനത് വിഷമാവും. അത് മാത്രം നീ ചിന്തിച്ചാ മതി. വാ, വന്ന് കഴിക്കേ. വാ, ഞാനല്ലേ പറയുന്ന ഗോപു, വാ വന്ന് വാ. ആ മോളെ ഇരിക്കേ. ഇരുന്ന് ഇവിടെ ഇരിക്കേ. ഇരിക്കേ, ഇരിക്കും മോളെ. ആ. ചേച്ചി ഇറങ്ങി തന്നെ.
കുറച്ച് മതി മതി മതി. കഴിക്കുമോളെ. കഴിക്കുമോളെ. കഴിക്ക് ഗോപു. ആ ഉം. ആ ആം. മോളെ നീ കഴിക്കുന്നില്ലേ? ആ ഞാൻ പിന്നെ കഴിച്ചോളാം. നീ എഴുന്നേറ്റോ? മതി എനിക്ക്. ഗോപു നീ മുഴുവൻ കഴിച്ചില്ലല്ലോ. വേണ്ട. ആ ആ. മോളിത് കഴിക്കും. വാ. ആ ആ. ഇനി വേണം? മതിയോ? ആ എങ്കിൽ പോയി കൈ കഴുകിയിട്ട് വാ. എണീക്ക്. അതൊക്കെ ഓ നോക്കി നടക്ക്. നീ കഴിക്ക്. എന്നാ പിന്നെ ഞാനും എണീക്കാം മോളെ. ഉം. ചേച്ചിയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ചേച്ചി കഴിക്കാനൊന്നും ഇല്ലല്ലേ? എനിക്കിത് മതി. ചേച്ചി ഇരിക്കും, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഇരിക്കും. നീ എനിക്ക് എത്ര നാൾ ഉണ്ടാക്കി തരും? നീ വിദേശത്ത് പോയാ എനിക്കിതുപോലെ ഉണ്ടാക്കി തരാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കോ? സാരില്ല, നിന്റെ വിഷമം ചേച്ചിക്ക് മനസ്സിലാവും മോളെ. എവിടെയാന്ന് വെച്ചാ നിനക്ക് സമാധാനം കിട്ടുന്നിടത്തേക്ക് നീ പൊയ്ക്കോ. അതാ നല്ലത്. വേണ്ട, എനിക്ക് എവിടെയും പോണ്ട. ചേച്ചിയെ തനിച്ചാക്കിയിട്ട് എനിക്ക് എങ്ങോട്ടും പോണ്ട. ഋഷി, ഋഷി, ഞങ്ങള് റെഡിയാണേ. ഞാൻ റെഡിയായി. കല്യാണ ഡ്രസ്സ് എടുക്കാൻ അച്ഛനും ഇളയച്ചനൊക്കെ വരണ്ടേ?
അവരൊക്കെ ഓരോ തിരക്കുകളല്ലേ മോനെ. നമുക്ക് പോയി നമുക്ക് സ്മൃതിക്കുള്ള ഡ്രസ്സുകൾ എടുക്കാം. അവർക്ക് വേണ്ടതൊക്കെ അവര് പിന്നീട് പോയി എടുത്തോളൂ. എന്നാ ഇറങ്ങാം, വാ. അമ്മേ നിങ്ങളെല്ലാരും കൂടി എവിടെ പോവാ? അമ്മേ പറ, എവിടെ പോവാ? അതെ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്നാ ഞാനും വരും. ബാ, ഞാനും വരും, പോവാം. അല്ല, മോൻ വരണ്ട. മോൻ ഇവിടെ നിന്നാ മതി. ഞങ്ങളിത് ഇപ്പൊ തിരികെ വരും. വേണ്ടമ്മ, ഞാനും വരും. എന്നെ കൊണ്ട് പോണം പ്ലീസ്. എനിക്ക് മന്നം. കുട്ട, ഞങ്ങൾ അധിക ദൂരത്തേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ തിരിച്ചു വരും. ഇവിടെ അപ്പോ ഉണ്ടല്ലോ. എനിക്ക് മന്നം, എനിക്ക് പോണം, എനിക്ക് പോണം, എനിക്ക് പോണം, എനിക്ക് പോണം, എനിക്ക് പോണം, എനിക്ക് പോണം, എനിക്ക് പോണം. വന്നോട്ടെ. എടാ, ഇവനെ കൊണ്ടുപോയി ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാ മോനെ? ഏട്ടനെ ഞാൻ നോക്കിയോളാം. ഏട്ടനും കൂടെ വാ. ഓക്കേ, വാ, പോവാം, പോവാം, സിദ്ധു. നമുക്ക് പോവാം. വാ, 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 വാ. വാ. ആ സാരി കൊള്ളാല്ലേ? ഇത് നോക്കിയേ. ഇതൊക്കെ കൊള്ളാല്ലേ? ചേച്ചി, കുറച്ച് വില കൂടി സാരികളൊന്ന് കാണിക്കോ? ഇതൊക്കെ 35,000-ന്റെ സാരികളാ. ഇത് പോരാ, ഇതിലും കൂടിയത് വേണം. 50,000-ന്റെ സാരി ഉണ്ട്, കാണിക്കട്ടെ? എവിടെ നോക്കട്ടെ. കൊള്ളാല്ലേ? അയ്യോ, ഇത് നോക്കിയേ. കൊള്ളാല്ലേ? നോക്കുമോളെ. ഹായ്, ദേ. സിദ്ധു, എന്റെ കുട്ട, ഒന്ന് അടങ്ങി നിക്ക്. വാ, കടയിലേക്ക് പോ. വാ. ഏട്ടാ വിടമ്മ. ഓടല്ലേ. ഹായ്, ഹായ്, ദേ ഡ്രസ്. ഓടല്ലേ വിട്. പ്ലീസ് ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവരണ്ടാന്ന്. അമ്മയും മുത്തശ്ശി മുകളിലേക്ക് വെക്കോ, ഞാൻ ഏട്ടനെ നോക്കിയോളാം. എടാ, നോക്കിക്കൊണ്ടാ. നോക്കിയോളാം. ഋഷി, അമ്മ വന്നേ. നീ വാ. ഏട്ടാ വിട്, അതൊന്നും തൊക്കൂടാ. കേറി ഏട്ടാ. അമ്മ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം. ഇതിനെന്താ വില? ഇതിന് 750 രൂപയുള്ളൂ. ദേവികേ, ഇതിന്റെ വില നോക്കണ്ട. കണ്ട ഇതിന് ഒരു 10-15,000 വില മതിക്കും. ദേവികയ്ക്ക് ഇത് നന്നായി ചേരും. നീ പോയി ഇതൊന്ന് എടുത്തിട്ട് വാ. ചെല്ല്, ചെല്ല്. ഹായ്, നോക്കി, നല്ലല്ലേ? അമ്മയും മുത്തശ്ശി അടുത്തില്ലാത്ത സ്ഥിതിക്ക് ഗോപികയെ ഒന്ന് വിളിച്ചു നോക്കാം. മലകെ. കുട്ട, കുട്ട, ഏഞ്ചലേ, കുട്ടനെന്താ ഇവിടെ? ഞാനേ എനിക്ക് ഡ്രസ് വാങ്ങാൻ വന്നതാ. ഏഞ്ചൽ ഇവിടുത്തെ സാരി വാങ്ങാൻ വന്നാണോ? ഈ സാരി എവിടെ കൊണ്ടുപോവാ? ഞാനിത് എടുത്ത നോക്കാൻ കൊണ്ടുപോവാ. ആണോ? നല്ല ഭംഗിയായിരിക്കും. എന്നാ മലക്ക് സാരി എടുത്തിട്ട് വരുവോ? എനിക്ക് കാണാലോ. ശരി. ശരി.
ഏട്ടൻ ഇവിടെ ഒന്ന് നിൽക്കാണോ? വാ നമുക്ക് ഡ്രസ്സ് എടുക്കാം. വാ ഏട്ടാ. ഇല്ല ഏഞ്ചൽ. ഏഞ്ചല് ഒന്ന് വന്നേ. ഋഷി ഈ സാരി എടുക്കുന്നത് നമുക്ക് വാങ്ങിക്കാം. ഇതെന്തിനാ നമ്മൾ വാങ്ങിക്കുന്നേ? ഇത് മാലാഖയ്ക്കാ. മാലാഖയ്ക്കോ? ആ മാലാഖ ഇവിടെ ഉണ്ടായിരുന്നു. ആ മാലയുടെ കയ്യിലൊരു സാരി ഉണ്ട്, പക്ഷെ ഇത് കൊള്ളില്ല ഋഷി. ഇത് മാലാഖയ്ക്ക് നന്നായിട്ട് ചേരും. ഇത് വാങ്ങിക്കോ ഋഷി. പിന്നെ മാലാഖയൊക്കെ ടെക്സ്റ്റൈൽസിൽ വരാൻ പോവല്ലേ? മാലാഖ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും അവിടെ വെച്ചേട്ടാ. മാലാഖയെ നേരിട്ട് കാണട്ടെ, അപ്പൊ വാങ്ങിച്ചു കൊടുക്കാം. എന്നാ മാലാഖ ഇപ്പൊ കാണാം. ഏട്ടൻ അവിടെ വെക്കി. ഇങ്ങനെ തരാൻ അവിടെ വെക്കി. വന്നിങ്ങോട്ട് വാ. കുട്ടൻ അവിടെ പോയി. പോവെങ്കിൽ പിന്നെ ഇതൊടുത്ത് എന്തിനാ നിൽക്കുന്ന? ചേഞ്ച് ചെയ്യാം. അതൊന്നെടുത്തേ. ആ അത് തന്നെ.